ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനെ കിടുന്നു ദൈവം. അബാപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയിൽ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറണമേ. അബാപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയിൽ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായി മാമല മുകളിൽ നീ നീതി പ്രമാണവും പകർന്നേകി. ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായി മാമല മുകളിൽ നീ നീതി പ്രമാണവും പകർന്നേകി. ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയിൽ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. നമസ്കാരം, ഗുഡ് ഈവനിങ് ഗൾഫിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു ചെറിയ പുള്ളിയൊന്നും അല്ല കേട്ടോ, സുരേഷ് മാഞ്ഞാലി. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ, മാഞ്ഞാലി സ്ഥലപ്പേരായിരിക്കുമല്ലോ? സ്ഥലപ്പേരാണ്. ഏത്? നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ അങ്കമാലി, നമ്മുടെ എയർപോർട്ടിന്റെ അടുത്ത് ആയിട്ട് വരും മാഞ്ഞാലി. പരവൂര് എന്നൊക്കെ പറയുന്നത് പറവൂര്, വടക്കം പറവൂര് ജില്ലകളിലുണ്ട്, 2 ജില്ലകളുണ്ട്. അതുകൊണ്ട് മാഞ്ഞാലി ഇത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ എറണാകുളമാണ്. ഓക്കെ, സുരേഷ് മാഞ്ഞാലി, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എവിടെ നിന്ന് തുടങ്ങണം? ലിറിസിസ്റ്റ്, ഗായകൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, ദെൻ മിമിക്രി ആർട്ടിസ്റ്റ്, കുറേ ആർട്ടിസ്റ്റുകളുടെയൊക്കെ വോയിസ് എടുക്കാറുണ്ട് അല്ലേ? ഒരു 50. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇനി അങ്ങോട്ടൊന്നും ചോദിക്കണില്ല. നമുക്ക് ഈ ഷോ അങ്ങോട്ട് എന്നോട് സംസാരിക്കുന്നത്, ഞാൻ പേര് പറയാം, അപ്പൊ അതേ രീതിയിൽ സംസാരിച്ചാൽ മതി. സുരേഷ് മാഞ്ഞാലി ഇവിടെ വേണ്ട. ഓക്കെ, മാറ്റി വെച്ചോ, അത് വീട്ടിൽ വെച്ചു. അപ്പം നമുക്ക് ഞാൻ ഓരോ ആർട്ടിസ്റ്റ് എന്തെങ്കിലും, അല്ലെങ്കിൽ ചേട്ടൻ ചെയ്യുന്ന ഏതെങ്കിലും ആർട്ടിസ്റ്റിന്റെ അങ്ങ് പറഞ്ഞാൽ മതി. പക്ഷെ ചിലത് കേട്ടാൽ എനിക്ക് മനസ്സിലാവൂല, അത്രയ്ക്ക് ബുദ്ധിയില്ലെന്ന് എനിക്ക്. ചില പരിചയമില്ലാത്ത വോയിസ് ആണെങ്കിൽ, എനിക്ക് പരിചയമില്ലാത്ത വോയിസ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? പിന്നെന്താ തുടങ്ങാം. പിന്നെന്താ, എന്തിനാ പിന്നെ മാറ്റി വെച്ചത്? അതും പറയണം, ഒരു വാക്ക് പോലും വിടാതെ മിമിക് ചെയ്തു. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ലിറിസിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ലിറിസിസ്റ്റ് ആണെങ്കിൽ ഏതൊക്കെ ചേട്ടൻ എഴുതിയ പാരഡി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്? ലാലേട്ടനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ലാലേട്ടനെ കുറിച്ച്, അത് നമ്മുടെ കലാഭവനുടെ നിക്കടാമണി നടക്കട വടക്കോട്ട് എന്ന ഞങ്ങളുടെ ആൽബത്തില്, അതില് ലാലേട്ടനെ കുറിച്ച്, മോഹൻലാല ഏ മോഹൻലാല, മലയാള സിനിമയിലെ സുപ്രസാര, മലയാളികൾക്ക് ലാല് പ്രിയനാണ്, മഞ്ഞിൽ വിരിഞ്ഞ പൂവിൽ വന്ന ലാല, ആരും കാണാൻ കൊതിക്കുന്ന ഫിഗറ, ഇടത് തോള് ചിരിച്ചിട്ട് വലത് കാല് വീശി വന്ന ഭരതത്തിൽ ഭരത് നേടിയ ഭരതലാല.
ചരിച്ചിട്ട് വലതുകാല് വീശി അങ്ങനെയാണോ മോനെ? ഇടതുകാല് അല്ല, ഇടത് തോള് ചരിച്ചിടുന്നതാണ്, വലതുകാല് വീശിയാണ്. എല്ലാ സിനിമ കണ്ടല്ലോ പാട്ടരംഗത്ത് പുള്ളി അതാണ് അത് പുള്ളിയുടെ ഒരു മാസ്റ്റർ പീസാണ് അത്. ഓ ശരി ശരി. എനിവേ അപ്പം അതൊന്ന് അല്ലേ. പിന്നെ നമ്മുടെ ജോർജ് സാറിന്റെ വോയിസ് ആരുടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഓക്കെ മിമിക്രി ആർട്ടിസ്റ്റ് ആകുമ്പം പല ആളുടെയും വോയിസ് ചെയ്യും, എങ്കിലും നമ്മുടെ ഒരു സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കയ്യടി കിട്ടിയ ഒരു പെർഫോമൻസ് ഏതായിരുന്നു? ആരുടെ വോയിസ് എടുത്തപ്പോഴാണ്? അത് നമ്മുടെ ജോർജ് സാർ തന്നെ ഇപ്പോഴത്തെ തുടരിലെ അതിപ്പോ ലേറ്റസ്റ്റ്. അതെ അതെ അതെ, അത് ഞാനതല്ല പറഞ്ഞു. അപ്പം ചേട്ടൻ ഇപ്പൊ എത്ര 36 വർഷമായിട്ട് ഫീൽഡിലുള്ള. അതെ അതെ അതെ. അപ്പം ഒരു ഓവറോൾ ഒരു പെർഫോമൻസ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ജോർജ് സാറൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് നമ്മുടെ കണ്ണു മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, പക്ഷെ സ്റ്റേജിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയുക, മാമുക്കോയ ചേട്ടൻ, ആ ഒരു മാമുക്കോയ, ഇന്നസെന്റ്, അവരുടെ ഹാസ്യം പകർന്ന ഡയലോഗ്സ് ആണ്. തുടങ്ങാം, നമുക്ക് അങ്ങോട്ട് പോവാം. എന്റെ ഈശ്വര ഹാവ്, ഞാൻ വന്നപ്പോ തുടങ്ങിയതാ എന്റെ പിന്നാലെ നിർമ്മിച്ചും ഫുഡ് പറയാ. ഈ പിശാശികളെ പിടിച്ചുണ്ട് പോയില്ലെങ്കിണ്ടല്ല എന്റെ കൺട്രോൾ പോണു എന്റെ അമ്മ. ഓക്കെ, ഇതിനുള്ള ഉത്തരവായിട്ട് നമ്മുടെ മാമുക്കോയ ചേട്ടൻ. മമ്മൂക്കയൊക്കെ കുറെ നാളായി ഇങ്ങനെ പറഞ്ഞിട്ടെങ്കിലും, എന്നാലും ഈ സൗണ്ട് മൊത്തം പോയിരിക്കണം. ഡെയിലി പരിപാടിയാണ് ഇവിടെ ഷാർജയിൽ. ഓക്കെ, അപ്പം മമ്മൂക്കയാ വാങ്ങസ കൊച്ചുകല്ല തൻ്റെ മോനെ പെണ്ണെടുത്തോളാട്ട. എന്തുമ്മടെ കാര്യം നമ്മളേറ്റ് എൻ്റെ വാപ്പയുടെ കാര്യം എന്തുമ്മാക്കോ. ചേട്ടൻ സംസാരിക്കുമ്പോഴും സ്വന്തം വോയിസ് വേണ്ട ഇവിടെ. ഇല്ലില്ല, അത് വേണ്ട, അത് സുഖമില്ല കേൾക്കാൻ. അതെ അതെ കേട്ടോ, നമ്മുടെ ഈ ശബ്ദത്തിലാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ എല്ലാവരും ഫീൽ ചെയ്തു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ത്രൂ ഔട്ട് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരവായിട്ട് ആരെങ്കിലും ഏതെങ്കിലും ആർട്ടിസ്റ്റിന്റെ വോയിസിൽ സംസാരിച്ചാൽ മതി. അതല്ലേ വേണ്ടത്. നല്ല വോയിസ് ആട്ടോ, ഞാൻ വെറുതെ പറഞ്ഞത്. നല്ല വോയിസ് ആണ്. ഈ വോയിസ് വെച്ചിട്ടാണല്ലോ ഞാൻ ഏതൊരു ഇതില് തിലകൻ സാറിന്റെ വോയിസ് കണ്ടു. നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ ലാസ്റ്റ് അഭിനയിച്ച പടം. ഓക്കെ, വെറുതെ ഇതുവഴി കയറിപ്പോയപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ച് കയറി എനിക്ക് വയറ് നിറച്ച് ചായയും ആഹാരവും തരാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, അതാണ്ടോ തനിക്ക് കിട്ടാൻ പോകുന്ന ഹൃദയത്തിൽ വെച്ച് ഏറ്റവും വിലയേറിയത്. നിങ്ങൾ ചോദിച്ചില്ലേ ഞാൻ ആരാന്ന്? പെണ്ണും ചെറുക്കനൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല, അവൻ്റെ പാരൻസിന് കിട്ടുന്ന തൂക്കത്തിൻ്റെ അളവറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള താരങ്ങളുടെ നമ്പർ വോയിസ് കേൾക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് 0588041310 0585231310 എന്ന നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട താരങ്ങളുടെ വോയിസ്. ഇവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ട്, അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞുതരും. ഞാൻ ഇന്നും മിണ്ടത്തേയില്ല. അത് പറ്റില്ല. എന്തായാലും ലിറിക്സ് എഴുതണപ്പോ വോയിസ് എവിടെ മണിച്ചേരന്റെ പറ്റില്ല. അങ്ങനെ പറയണല്ലേ? അങ്ങനെ പറയണം. അത് ശരി, മനസ്സിലായില്ലേ? കുഴപ്പമാണോ? മനസ്സിലാവാത്ത അത് കുഴപ്പമില്ല ചിലപ്പോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അതവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് ഒന്ന് പോയാലോ? പിന്നെ തീർച്ചയായിട്ടും. ഞാൻ കലാഭവൻ കുറിച്ച് എഴുതിയ ഒരു ഗാനമുണ്ട്. മണി ഞാനുള്ള ഒരു ആത്മബന്ധമാണ്, നാടൻ പാട്ട്. അതെ അതെ, നാടൻ പാട്ട്, നാടൻ സ്റ്റൈലിൽ പാടിയേക്കണം. ഞാൻ എഴുതി രചനയും സംഗീതവും ആലാപനവും എല്ലാം ഞാൻ തന്നെ. മറ്റൊരു ബാലചന്ദ്രമേനോ എന്ന് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ നമ്മുടെ ചാലക്കുടിക്കാരൻ ചങ്കാണ് ആ ഗാനം. തീർച്ചയായിട്ടും. ഓക്കെ, കുടിച്ചങ്കേ എൻ്റെ ചാരത്തെന്നെന്ത് പോയേ, എൻ്റെ പൊട്ടിച്ചിരി കേൾക്കാൻ എൻ്റെ നെഞ്ചു തുടിക്കടണ്ട്. ചാലക്കുടിച്ചങ്കേ എൻ്റെ ചാരത്തെന്നെന്ത് പോയേ, എൻ്റെ പൊട്ടിച്ചിരി കേൾക്കാൻ എൻ്റെ നെഞ്ചു തുടിക്കടണ്ട്. ചന്തം പറഞ്ഞാൽ എൻ്റെ പൊന്നെ നിന്നോളം ആരുമില്ല, ചങ്കു വിരിച്ചു നിന്നാൽ
പിന്നെ സൂര്യൻ ഉദിച്ച പോലെ. ചന്തം പറഞ്ഞാലെൻ്റെ പൊന്നെ നിന്നോളം ആരുമില്ല. ചങ്കു വിരിച്ചു നിന്നാൽ പിന്നെ സൂര്യൻ ഉദിച്ച പോലെ. ചാലക്കുടി ചങ്കേ എൻ്റെ ചാരത്തെന്നെന്തിയ പോയേ. നിന്റെ പൊട്ടിച്ചിരി കേൾക്കാൻ എൻ്റെ നെഞ്ചു തുടിക്കണുണ്ട്. നീ പാടിയ പാട്ടുമെല്ലാം എന്നും പാടിയോർത്തു പാടും. ഞാൻ പാടിത്തുടങ്ങുമ്പോഴേ എൻ്റെ ചങ്കു പിടയ്ക്കാറുണ്ട്. നീ പാടിയ പാട്ടുമെല്ലാം എന്നും പാടിയോർത്തു പാടും. ഞാൻ പാടിത്തുടങ്ങുമ്പോഴേ എൻ്റെ ചങ്കു പിടയ്ക്കാറുണ്ട്. ചാലക്കുടി ചങ്കേ എൻ്റെ ചാരത്തെന്നെന്തിയ പോയേ. നിന്റെ പൊട്ടിച്ചിരി കേൾക്കാൻ എൻ്റെ നെഞ്ചു തുടിക്കണുണ്ട്. ഇത് മണിച്ചേട്ടനുള്ളപ്പം ഉള്ള സമയത്ത് എഴുതിയതാണോ അതോ? ഇല്ല, മരിച്ചു കഴിഞ്ഞപ്പോൾ എഴുതിയതാണ്. അപ്പം മണിച്ചേട്ടനായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? നിങ്ങൾ ഒരുമിച്ച് മണിച്ചേട്ടനായിട്ട് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ ഏജാ. അപ്പൊ ഒരേ സമയത്ത് തന്നെ ഈ ഫീൽഡിൽ വന്നത്. എനിക്ക് തോന്നുന്നു ഒരു 85, 86 അതെ അതെ. അപ്പൊ ഞങ്ങൾ തമ്മിൽ എല്ലാ ഓഡിയോ കാസറ്റിലും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദവും കൂടെ നടന്ന് പഠിച്ചു. പുള്ളിയുടെ ശബ്ദം ആദ്യമായിട്ട് കേരളത്തിൽ ചെയ്തതും ഞാനാണ്. അല്ല, ഇത് ചേട്ടന്റെ വോയിസിലല്ലേ ചേട്ടൻ പാടിയത്? ഇതിപ്പോ എന്റെ വോയിസിൽ. അതെ, ഒരു മണിച്ചേട്ടന്റെ ആ പാട്ട് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നോണ്ടായിരിക്കും ആ ഒരു ടച്ച് ഉണ്ട്. ഓക്കെ, ചേട്ടൻ ഈ ഫീൽഡിലേക്ക് വന്നപ്പം നമ്മളിപ്പം നോർമലി നമ്മളിപ്പം സാധാരണ രീതിയിൽ നമ്മുടെ വോയിസിൽ നമ്മൾ വന്നു. ഓക്കെ, എത്രാമത്തെ വയസ്സിലാണ് മിമിക്രിയിലേക്ക് ഇറങ്ങിയത്? മിമിക്രിയിലേക്ക് ഇറങ്ങിയത് എനിക്കൊരു 10-18 വയസ്സിൽ തന്നെ ഇറങ്ങി. അതിനു മുമ്പ് ഇൻസ്ട്രുമെന്റ് എല്ലാം പ്ലേ ചെയ്യും. നമുക്ക് എങ്ങനെ തോന്നി നമുക്ക് ഇത് ഒരു ആർട്ടിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരാളുടെ സൗണ്ട് ശബ്ദം അനുകരിക്കാൻ പറ്റുമെന്ന് എങ്ങനെ തോന്നി? അത് പല ഇൻസ്ട്രുമെന്റിന്റെ ശബ്ദം ഇങ്ങനെ അനുകരിച്ച്, പിന്നെ പക്ഷികളുടെയും അങ്ങനെ ഈ സുപ്രഭാതമൊക്കെ ഞങ്ങളിങ്ങനെ മത്സരത്തിന് അങ്ങനെ പങ്കെടുത്ത് അങ്ങനെ വന്ന സിനിമ നടന്മാരിലേക്ക് ആണ് കടന്നുകൂടിയത്. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ ആ സൗണ്ട് ഇങ്ങനെ അനുകരിച്ചപ്പോ നന്നായിട്ടുണ്ടടാ എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഒരു ചങ്ക് ഫ്രണ്ട്? ഒരുപാട് പേരുണ്ട്. അതിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഹാർമോണിയം വായിച്ചിരുന്ന ജോസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിയാണ്, ജോസ് പീറ്റർ. അപ്പൊ ഞാൻ അന്ന് ഡ്രം വയ്ക്കാണ്. അപ്പൊ അന്ന് ആദ്യം ആരുടെ വോയിസ് ആണ് എടുത്തത്? അന്ന് ആദ്യം എടുത്തത് തിലകൻ സാറും, പിന്നെ അതേപോലെ ശരിക്കും പറഞ്ഞോ തിലകൻ സാർ ഇത്രയും ഒരു പോർഷൻ തിലകൻ സാറിന്റെ ഒരു എല്ലാവരും ആന്റണി പെരുമ്പാവൂരിന്റെ ആണെന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിരുന്ന ആ ഒരു ആന്റണി പെരുമ്പാവൂർ. ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്നപ്പോ ആന്റണി പെരുമ്പാവൂർ ഇരിപ്പിട അതിന്റെ കൂടെ എന്ന് പറഞ്ഞ്. അപ്പൊ ആ ഒരു ഷർട്ടൊക്കെ ഇട്ടിരുന്നപ്പോ അതുകൊണ്ട് പക്ഷെ ചില എനിക്ക് ഓരോരുത്തരുടെ വോയിസ് എടുക്കുമ്പോൾ നമുക്ക് ഫേസിലോട്ട് നോക്കുമ്പോൾ ആ ഒരു എക്സ്പ്രഷൻസും ഫേസ് ഒക്കെ അങ്ങനെ വരുന്നത്. അതെ, സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ കലാഭവൻ മണി എല്ലാന്ന് പറയില്ല. നമ്മൾ ആ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വന്ന് പിന്നെ സംസാരം ഇങ്ങനെയുള്ള മണിച്ചേട്ടൻ സംസാരിക്കണത് എങ്ങനെ ഒന്നാ തന്നെ അറിയാം. ഹായ് അല്ല, അപ്പൊ സംസാരിക്കണത് തന്നെ നമുക്കറിയാലോ. നമ്മുടെ പാട്ടെന്നൊക്കെ പറഞ്ഞാ അതൊരു 1.5 പാട്ടാ അല്ലേ? പണ്ട് പറയില്ലേ, മുമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ. വയറ് കത്തിയാല് എൻ്റെ കുടല് കത്തണുമാ. പണം വെടിഞ്ഞിട്ട് ദൈവേ ഓണം പഴാക്കണുമാ. അത്തം പിറന്നാലോ ഓണം വരുമെന്ന് ഇമ്മണി നാളായി അച്ഛൻ കുഞ്ചി പറയാറുണ്ട്. അത്തായം വേണോടാ നിനക്ക് അച്ഛനെ വേണോടാ? അത്തായം വേണ്ട, എനിക്ക് എൻ്റെ അച്ഛന് മാത്രം മതി. അയ്യോ, ശരിക്കും പറഞ്ഞ ശരിക്കും മണി വന്ന പോരുന്നല്ലേ? കറക്റ്റ് ഇതേപോലെയാണ് അദ്ദേഹം സ്റ്റേജില്. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഓഡിയൻസിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളത്.
ഓഡിയൻസിലേക്കല്ല, ഓഡിയൻസിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രം ഒരു കഴിവ്. അതെ 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 നമ്മൾ സ്റ്റേജിൽ ചെയ്യുമ്പോൾ ഇപ്പൊ അങ്ങനെ മണിയുടെ പാട്ട് ലാസ്റ്റ് ചെയിൻ സോങ് പാടും മണിയുടെ. അപ്പൊ തന്നെ വെളിയിലേക്ക് ചെല്ലുമ്പോൾ ആൾക്കാർ മേലെ തൂങ്ങലാണ്. അതെ ഒറിജിനൽ മണിയാണെന്ന് തോന്നി മേക്കപ്പ് കച്ചി കിട്ട കോസ്റ്റ്യൂമിൽ വന്നു കഴിയുമ്പോൾ. അതെ 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 നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞ ജോർജ് സാർ, ജോർജ് സാറാ, അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള എന്താണ് വർക്ക്? അദ്ദേഹത്തിന്റെ ശബ്ദം ഞാൻ ആദ്യമായിട്ട് ഞാനാ ചെയ്തത്. ആ റിലീസായ അന്ന് തന്നെ ഞാനത് പഠിച്ചു. ഇല്ല ഞാൻ പഠിച്ചു അത്. എന്നിട്ട് അപ്പൊ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട്, സിനിമക്കാരുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ അപ്പൊ തന്നെ ഇട്ടു. കാരണം ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ തന്നെ മനസ്സിലായി ഇത് പടം റിലീസായുള്ളൂ. അപ്പോഴത്തേക്കും ഈ ശബ്ദം അങ്ങനെ. അപ്പൊ തരുൺ മൂർത്തിയുടെ ഡയറക്ടർ പുള്ളിക്കാരന് എന്റെ വോയിസ് ഇട്ട് കൊടുത്തവര്. നമുക്കൊന്ന് കേട്ടാലോ? പിന്നെന്താ, നമ്മുടെ ജോർജ് സാറ്. അതിന് മുമ്പ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ സൗണ്ടിൽ ഏതെങ്കിലും പാട്ട് പാടാൻ പറ്റുമോ? പാട്ടാ? ഒരു 4 വരി. അത് വേണോ? പറ്റത്തില്ലെങ്കിൽ വേണ്ട, ഞാൻ ചോദിച്ചേ ഉള്ളൂ. ഇതിപ്പം ജോർജ് സാറിന്റെ എടുത്തോളൂ. ജോർജ് സാറ്. ഓക്കെ. 36 വർഷമായടാ ബെൻസേ ഞാൻ ഈ പോലീസിൽ. അതിനിടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടടാ. അതിലൊന്നും എനിക്ക് യാതൊരു റിഗ്രറ്റില്ല. 2 ദിവസം കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർഡായി DYSP മെഡലും വാങ്ങി പുറത്തു വരുമ്പോൾ ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെയാടാ. നീ ഇത് ആരെയാടാ പേടിപ്പിക്കുന്നത്? എന്നെ? അയ്യയ്യേ, നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുന്നിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ജോർജ് സാറിന് ഇനിയും ഒരുപാട് അറിയാനുണ്ട് അനിയ. ഇതെൻ്റെ കഥയാടാ. ഇതിലെ നായകനും ഞാനാ. നിന്നെ ഒരു സ്ഥലത്തും കാണാൻ ബാക്കി വെച്ചേക്കില്ല. അതാടാ ജോർജ് സാറ്. തുടരും എന്ന മൂവിയില് അദ്ദേഹത്തെ നല്ലൊരു അഭിനേതാവാണല്ലോ. അയ്യോ ഒരു രക്ഷയില്ല. ലാലേട്ടൻ വരെ അതിന്റെ താഴെ ആയി പോയി ചില സീനുകളൊക്കെ അല്ലേ? അതെ, നന്നായിട്ട്. സന്തോഷം. ഞാൻ ചോദിച്ചത് ചില പാട്ട് പാടാമോ എന്ന് ചോദിച്ചത് ചിലരുടെ വോയിസ് അല്ല, സ്വന്തമായിട്ട് വോയിസ് എപ്പോഴെങ്കിലും എടുക്കാറുണ്ടോ? അല്ല, ഞാനിപ്പോ അടുത്ത് ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? എന്നെ സുരാജ് പറ്റിച്ചിട്ടുണ്ട്. സുരാജ് ഫീമെയിലിന്റെ വോയിസിൽ പറഞ്ഞിട്ട് വിളിക്കാണ്, സുരാജ് ബഞ്ഞാറമൂട്. അപ്പൊ അന്നേരം വിളിച്ചിട്ട് പറഞ്ഞ് എന്നോട് ചോദിച്ചു, ഹലോ ആരാ? സുരേഷ് മാഞ്ഞാലില്ലേ? ഞാൻ പറഞ്ഞത് എവിടെയാ? ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളത്ത്. ഹോസ്പിറ്റലാണല്ലേ? ഹോസ്പിറ്റലാണ്. ആര് പറഞ്ഞു? അല്ല ഞാനിങ്ങനെ പത്രത്തിൽ വായിച്ചു. എന്നോട് പത്രത്തിൽ വായിച്ചത് എൻ്റെ ഭാര്യ. എന്നിട്ട് പറയണേ ഞാനേ ഇവിടെ ഒരു നഴ്സ് അവിടെ ഉണ്ട്, എന്നെ വിളിച്ചു, അതിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറ്റിച്ചതാ. എനിക്കറിയാമല്ലോ. എന്നിട്ട് എന്നെ വിളിച്ച് ചാലക്കുടിക്ക് ചെല്ലാൻ പറഞ്ഞു ആള്. ഞാൻ എറണാകുളത്ത് നിന്ന് ആകുമ്പോൾ വൈഫിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചെടുത്ത് വേഗം വണ്ടി എടുത്ത് വിട്ടു. അല്ല അതൊക്കെ ചേട്ടൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ട്? ഞാൻ പറ്റിച്ചിട്ടുണ്ട് ഒരുപാട് പേരെ, മറ്റുള്ളവരുടെ വോയിസ് എടുത്തിട്ട്. അങ്ങനെയൊക്കെയുണ്ട് ചെയ്യുമല്ലോ. പിന്നെ ഇപ്പൊ നമ്മള് അമേരിക്ക പോയപ്പോ ഒരുപാട് അമേരിക്കൻ അബദ്ധങ്ങൾ തന്നെ ഉണ്ട് ഒരുപാട്. അപ്പൊ മനോരമ എല്ലാ ചാനലും ഇന്റർവ്യൂ ചെയ്താ. ഉണ്ടപ്പക്രൂവിന്റെ വലിയ ലോകം ചെറിയ മനുഷ്യൻ എന്ന അനുഭവ പുസ്തകത്തിൽ ലാസ്റ്റ് 2 പേജ് എന്നെ കുറിച്ചാണ് എഴുതിയേക്കുന്നത്. ലാലേട്ടൻ മമ്മൂട്ടിയൊക്കെ എന്റെ കഥ പറഞ്ഞിട്ടാണ് എൻജോയ് ചെയ്യുന്നത് അവർ ട്രിപ്പൊക്കെ പോകുമ്പോൾ. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അത് പല ചാനലിലും എല്ലാവരും ഇത് പറയുന്നത് എന്നെ കുറിച്ചായിരിക്കും. മാഞ്ഞാലി കഥകൾ. ഇപ്പൊ ഇവിടെ ഏത് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വന്നതാണ്? ഞാനിവിടെ ഒരു മലയാളി അസോസിയേഷൻ വനിതാ സംഘടന ആദ്യത്തെ പരിപാടിയാണ്. അപ്പോൾ എന്നോട് വിളിച്ചു, വരാമോ തിരക്കാണോന്ന് വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, വരാം എന്ന് പറഞ്ഞു. അപ്പൊ UAE ഇപ്പൊ ഏകദേശം എത്ര പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്? ഇവിടെ 3ാമത്തെ പ്രാവശ്യം വന്നത്. 99-ലാണ് ആദ്യമായിട്ട് വന്നത്. ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? രാജ്യങ്ങൾ വെച്ചപ്പോ ഒരുപാട് പറഞ്ഞിരുന്നു. ലണ്ടൻ, സ്വിറ്റ്സർലൻഡ്, ഇങ്ങനെ എല്ലായിടത്തും. ഇനിയിപ്പോ ചെന്നാൽ സിംഗപ്പൂർ പോകുമ്പോൾ അമേരിക്ക 45 സ്റ്റേറ്റിൽ ഇറങ്ങി. 50 സ്റ്റേറ്റേ ഉള്ളൂ. കൊച്ചിൻ കോറസ് ഞാനാണ് നടത്തുന്നത്. ഞാൻ 1 month 2 മണിക്കൂർ ഒറ്റക്ക് ചെയ്യും. ഒറ്റക്ക്. പിന്നെ 15-ാം തീയതി വരെ ഉണ്ട് അല്ലേ? ഇവിടെ ഞാൻ 12-ാം തീയതി വരെ ഉള്ളൂ. 12-ാം തീയതി വരെ നമ്മുടെ സുരേഷ് മാഞ്ഞാലി ചേട്ടൻ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രോഗ്രാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ NTV സ്റ്റുഡിയോ ആയിട്ട് ബന്ധപ്പെടുക. താഴെ കാണുന്ന നമ്പറിലേക്ക്, നമ്പർ റിപ്പീറ്റ് ചെയ്യാം, 05880413110, 05852313110 എന്ന നമ്പറിലേക്ക് വിളിക്കുക. അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ തരുന്നതായിരിക്കും. 12-ാം തീയതി വരെ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ബുക്ക് ചെയ്യാം. അതെ, എന്തായാലും വിളിച്ചോളൂ, ഞാൻ വരാം. നമുക്ക് അടിച്ചു പൊളിക്കാം 12-ാം തീയതി വരെ. ഞാൻ ധൃതി കൂട്ടി അങ്ങനെ തിരിച്ചു പോകണമെന്നാണ്. എന്നോട് കുറച്ച് ദിവസം നിൽക്കാൻ പറഞ്ഞതാ. ഞാൻ പറഞ്ഞു വന്നെങ്കിൽ വേഗം വിസയൊക്കെ എടുത്ത് തന്നാൽ ഞാൻ വരാം. കുറച്ച് നാൾ ഫ്രീ ആണ്. ജനുവരി തുടങ്ങി ഷൂട്ട് തുടങ്ങുന്നത്, അല്ല ഡിസംബർ തുടങ്ങി. അപ്പോൾ ഇനി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നായകൻ ലാലേട്ടൻ.
ലാലേട്ടൻ പറഞ്ഞപ്പോഴാണ് NFR ഈസിനും കൂടി ഒരു ഗിഫ്റ്റ് തനിക്ക് തരാണ്. ഓക്കെ, നമ്മുടെ നരസിംഹം എന്ന ചിത്രത്തിൽ ബലിയിടാൻ വേണ്ടി പോയിരിക്കില്ലേ, അതപ്പോ പറീസറിന്റെ ശബ്ദവും ഞാനാണ് ആദ്യമായിട്ട് ഈ കാസറ്റിലേക്ക് എടുത്തത്. ഓക്കെ, അപ്പൊ മണപ്പുറത്ത് ബലിയിടാൻ ഇരിക്കുന്ന ആ സീൻ. ഓക്കെ, നീ പകപോക്കുകയാണല്ലടാ ഇന്ദുചൂടാ, ഞാൻ തിരിച്ചു പോകുന്നു. ഈ മൺകുടം ഒരു തിരികെടാത്ത വിളക്കിന് മുന്നിൽ സൂക്ഷിക്കും. നിനക്കുമുണ്ടല്ലോ ജന്മനൊന്നൊരാൾ. മരണം ഒരു നാൾ അയാൾക്ക് സംഭവിക്കും. അന്ന് ബലിയിടാൻ വേണ്ടി മണപ്പുറത്ത് വന്നിരിക്കുമ്പോൾ ഒപ്പം ഞാനുണ്ടാവും. ഈ മൺകുടത്തിൽ അവശേഷിക്കുന്നത് ഇത് പുഴയിലൊഴുക്കാൻ അന്ന് തടയാൻ ഒരുത്തിനുണ്ടാവില്ല. നീ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം. എൻ്റെ അച്ഛൻ്റെ ചിത കത്തും കാലം വരെ നിനക്കായുസുണ്ടാവും എന്ന മോഹം. അത് തെറ്റായിരുന്നു എന്ന് തോന്നുമ്പോൾ നീ വാ. എൻ്റെ അച്ഛൻ്റെ കാൽവിരലിലെ 2-3 നഖം വെട്ടിത്തരാം. കൊണ്ടുപോയി ചന്ദനമുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാം. ആശ തീർക്കാം മോനെ ദിനേശ. പോടാ മോനെ ദിനേശ. ഇതെങ്ങനെ ഇതെല്ലാം ഒരു സൈഡ് ഇവിടുന്നല്ലേ വരട്ടെ? അതെ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ വെറുതെ തമാശ പറഞ്ഞു. ചേട്ടൻ്റെ വോയിസിന്റെ ഒരു ഗംഭീരമാണ്. ഇത്തിരി വോയിസ് കലങ്ങിക്കാണ് ഇപ്പൊ. ഡെയിലി പരിപാടിയും 4 മണിക്കാണ് ഉറങ്ങണത്. അത് 2 പേരാണ് ഞങ്ങളുള്ളത്. നമ്മുടെ ഒരു നസീർ എന്ന് പറയും. നസീർ എന്താണ് നമ്മുടെ ഇവിടുത്തെ പുള്ളിക്കാരൻ പ്രോഗ്രാം കോർഡിനേറ്ററാണ്, സിംഗറാണ്, അഡ്വക്കറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിരിയാണ്, നേരം വെളുക്കോളം ചിരിയാ. പുള്ളി പറയാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ചിരിച്ചിട്ടില്ല. ബസ് എടുത്ത് ഇവിടെ നിൽക്കാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ പിള്ളേരെ കാണണം. എന്തായാലും നമ്മൾ ലാലേട്ടൻ്റെ വോയിസ് പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് മുഖം വണങ്ങില്ലേ? അതെ. അയ്യോ അത് ശരിയാ, സോറി പ്രേക്ഷകരെ. അപ്പോൾ നമ്മുടെ NTV കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ നമ്മുടെ മമ്മൂക്ക കൊച്ചിയല്ല, പക്ഷേ ബിലാൽ തന്നെ. എൻ്റെ ടീച്ചറമ്മനെ ആരെ കൊന്നെന്നറിയണം. ഓന് ഏത് ഗർഭപാത്രത്തിൽ ഒളിച്ചാലും ഓനെ നമ്മൾ പൊക്കിയിരിക്കും. ഓനോട് ചെന്ന് പറഞ്ഞേക്ക്. ലേഡീസിന്റെ വോയിസ് എടുക്കാറുണ്ടോ? ലേഡീസിന്റെ ഇപ്പം എടുക്കാറില്ല, ഭയങ്കര ടഫ്. അല്ല, എൻ്റെ ഒച്ച എങ്ങനെ സൗണ്ട് ഇങ്ങനെ കുറേ ഉറക്കത്തിൽ നമ്മുടെ സൗണ്ട് പോകും, പിന്നെ കിട്ടത്തില്ല. സാധാരണ രീതിയിൽ പണ്ടെന്നല്ല മിക്കവാറും ആർട്ടിസ്റ്റുകളൊക്കെ ചാളമേരി എന്ന് പറഞ്ഞൊരു അമ്മയുടെ ഒരു വോയിസ് എടുക്കാൻ അവർ ചാളമേരി എന്ന് പറഞ്ഞ അല്ല മറ്റുള്ളവര് അടൂർ ഭവാനി. അതെ, പുള്ളിക്കാരത്തിയല്ല. ഇവിടെ തളിയ ആനയെ പനിനീര് എന്ന് പറയുന്ന അവരുടെ ഡയലോഗ് പറഞ്ഞിരുന്നത് അത് ഫിലോമിന ചേച്ചി. അല്ല ഫിലോമിന, അതൊക്കെ ശരിക്കും ചെയ്തിരുന്നാണ്. അതൊക്കെ ഇപ്പൊ ചെയ്യാറില്ല. പണ്ട് അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡയലോഗ്. എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകളും എടുത്ത് പയറ്റുന്ന ഒരു. തീർച്ചയായിട്ടും കുറെ ഇങ്ങനെ ആർട്ടിസ്റ്റുകൾ. അതുപോലെ ചാളമേരി എന്ന് പറഞ്ഞത് ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. അതിനകത്ത് ചാളമേരി എന്നായിരുന്നു അവരുടെ ആ പേര് വീണു, ആ അമ്മയ്ക്ക് ആ പേര് വീണു. അതിനുശേഷം തുടർച്ചയായിട്ട് എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകളും ഇതെടുത്തിട്ട് പയറ്റാറുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാണ്. അത് മിമിക്രിക്കാരാണ് ഒട്ടുമിക്ക നടന്മാരും ബൂസ്റ്റ് ചെയ്ത് വലിയ ഇതിൽ എത്തിക്കുന്നത്. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടിൽ വൈഫും 2 പിള്ളേര്. പിള്ളേരിൽ മൂത്താള് മാർഷല്. അദ്ദേഹം ഈ കഴിഞ്ഞ ആഴ്ചയിൽ മൂത്തായി പഠിക്കുന്നുണ്ട്. മോഹൻലാലിന്റെ മകൾ പഠിക്കണ 5 ഏറ്റവും അതില്. അപ്പൊ അത് പഠിക്കുന്നുണ്ട്. അത് സ്റ്റേറ്റില് ഗോൾഡ് മെഡൽ അടിച്ചെടുത്തു. അടുത്തത് നാഷണലാണ് അടുത്ത മാസം. അത് ഡൽഹിയിലാണ്. അത് കഴിഞ്ഞ് ഇന്റർനാഷണൽ അമേരിക്കയിൽ വെച്ചാണ്. അപ്പോൾ അത് അപ്പം അവർക്ക് കേട്ടൊരു ടാലന്റ് ഉണ്ടോ? ഉണ്ട്. മക്കള് അനുകരിക്കും. ഒരാള് JCBയുടെ സൗണ്ട്, മകനെ ഞാൻ കണ്ടത് അച്ഛന്റെ വോയിസ് ഒന്നും അനുകരിക്കാം. മറ്റത് മാർവല്, അവൻ വരയ്ക്കുന്ന ആളാണ്. 3 വയസ്സിലെ അരിയില് ഇങ്ങനെ കൈകൊണ്ട് പുലിനെ വരച്ചു വെച്ചാണ്. എന്നിട്ട് അപ്പോൾ ഞാൻ വീട്ടിലില്ല, ഫോട്ടോ എടുത്ത് തന്നിട്ട് വേഗം ഡാവഞ്ചി സുരേഷിന് ഇട്ട് കൊടുക്കാൻ. ഡാവഞ്ചി എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ ഒരുമിച്ച് മിമിക്രി കളിച്ചിരുന്നതാണ്. അവനാണല്ലോ ദുബായി കണ്ടിരിക്കും 3 തവണ ഗിന്നസ് ബുക്ക് മേടിച്ചു കൊടുത്തതാണ്. എനിവേ നമുക്ക് അടുത്തൊരു സോങ്ങിലേക്ക് പോയല്ലോ. പിന്നെന്താ, ലാലേട്ടനെ പറഞ്ഞാലേ ഇപ്പൊ ലാലേട്ടന്റെ പടത്തിലെ പാട്ടന്നെ ആയിക്കോട്ടെ അല്ലേ? രാവിൽ പൂന്തേട്ടം അല്ലേ?
രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ ആര്യൻ കാവിൽ വേല കഴിഞ്ഞു ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു ആറ്റിലാടുന്ന ആമ്പൽ പൂവിൻ്റെ തേന്നുകർന്നേ വരാ ചെല്ലപ്പൂ ചെണ്ടൊന്ന് കൂടെ കൊണ്ടും തരാ അവപ്പൂൻ തേൻ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ തീരത്ത് പായുന്ന നറുപ്പൂം ചില്ല ഞാനൊന്നുലച്ചു കുമാരി പെയ്യുമ്പോൾ അറിഞ്ഞാരാമമാകുന്നു രാവിൽ തീരത്ത് ചായുന്ന നറുപ്പൂം ചില്ല ഞാനൊന്നുലച്ചു കുമാരി പെയ്യുമ്പോൾ അറിഞ്ഞാരാമമാകുന്നു രാവിൽ വെള്ളി നിലാവിൽ വെൺപട്ട് ചൂടും ആറിൻ പൂമണി മാറി അല്ലികൾ കൂമ്പിയ വെള്ളാമ്പൽ പൂകൾ പാതി പൂമിഴി മീട്ടുമ്പോൾ നാടൻ കാറ്റിൻ നറുമണം ലാ രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ ഇത് ഭയങ്കര രസമായി പാട്ടില്ലേ, മേളമുള്ളൊരു പാട്ടാണ്. ഇനി ആരുടെയൊക്കെ വോയിസ് എടുക്കും? ടോട്ടൽ എത്ര ആൾക്കാരുടെ വോയിസ് എടുക്കും? കുറെ ഉണ്ട് ശരിക്കും പറഞ്ഞ. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യട്ടെ, ഏതൊക്കെ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്? ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കണം. അത് സിനിമയുടെ പേര്? എന്റെ അനുഭവം തന്നെയാണ് സിനിമ. അതാണ് ലോയ് സാറിന്റെ പടം ചെയ്യാൻ ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നതന്നെ. അത് ലോയ് സാർ മരിച്ചത് എൻ്റെ ഒരു കഷ്ടകാലമായി പോയി. അപ്പോൾ പിന്നെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ഇപ്പോൾ ഒരെണ്ണം റിലീസ് ചെയ്തത് OTT ഓടുന്നുണ്ട്, ലവ് ഫോർ സെയിൽ. പിന്നെ ഒരെണ്ണം ഉരുള്, അത് റിലീസായി. പിന്നെ ഒന്ന് ഇപ്പോൾ വേലി SI, രണ്ടെണ്ണത്തിൽ SI ആയിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ ഡയറക്ഷൻ മമ്മി സെഞ്ചുറി. അതിൽ എല്ലാത്തിലും 5-8 പേർക്ക് ഞാൻ ശബ്ദം കൊടുക്കുന്നുണ്ട്. ഡബ്ബിംഗ് ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്, ഓളങ്ങളാണ്. അല്ലെ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മഞ്ഞാലി ഒരു 2-3 പേർക്ക് ഒന്ന് ചെയ്തേക്കുന്നത്. ഇപ്പൊ വേലിയില് നായകനും വില്ലനും 5-8 പേർക്ക് ഞാൻ ചെയ്തു. അവസാനേ എന്റെ വോയിസ് ഇറക്കാൻ നേരത്തെ സംഭവമില്ല, വേറെ മാറ്റി കൊടുത്തേക്കാണ് ഞാൻ. അപ്പം സ്ക്രിപ്റ്റ് എഴുതിക്കുന്നത് 7ാം ക്ലാസ്സും MA കാരനും. നായിക 7ാം ക്ലാസ്സുകാരിയാ, നായകൻ MA കാരനാ. അത് ത്രൂ ഔട്ട് കോമഡിയും എല്ലാം കൂടിയതാണ്. കഴിഞ്ഞു അത് സ്ക്രിപ്റ്റ് റൈറ്റ് 20 സീനും കൂടി എഴുതാനുണ്ട്. അപ്പൊ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും. അതെ അതെ. മലയാള സിനിമയിൽ ഒട്ടുമിക്കവരും അഭിനയിക്കുന്നുണ്ട്. മിമിക്രിക്കാരായ താരങ്ങൾ നമ്മുടെ കൂട്ടുകാരാണല്ലോ. അപ്പൊ എല്ലാവരും എന്നോട് പറഞ്ഞ ഒരു ദിവസമെങ്കിലും ഒരു സീനെങ്കിലും തന്നൂട്ടാന്ന് പറഞ്ഞേക്കാണ്. അപ്പൊ നായിക പുതുമുഖാരികൾ, നായകൻ ചിലപ്പോ ആസിഫ് അലി ആവാം, അല്ലെങ്കിൽ ജയനാവാം, സുരാജ് ആവാം. അവര് 3 പേരിൽ ഞങ്ങൾ സെലക്ട് ചെയ്യാൻ എഴുതിയിരിക്കുകയാണ്. സ്റ്റേജ് ഷെയർ ചെയ്തിട്ടുണ്ടോ? ഒത്തിരി സ്റ്റേജ്, ഒരുപാട് സ്റ്റേജ് ചെയ്തിട്ടുണ്ട് ഞങ്ങള്. ഞാൻ എന്താ പറയാ, എന്തായാലും ചങ്കല്ലേ. അതെ അതെ. അദ്ദേഹത്തിന്റെ വോയിസ് എടുക്കാൻ പറ്റുമല്ലോ. അദ്ദേഹത്തിന്റെ വോയിസ് മൈക്കൊന്നും കിട്ടിയില്ല. മൈക്ക് തരും. എന്തിരപ്പി ദേ എന്തിരടെ പറയണ തന്നെ തള്ളയെ തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അണ്ണ, അണ്ണൻ എവിടെയണ്ണ നമ്മൾ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നത് പുള്ളി. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രിവാൻഡ്രം സ്ലാങ് ആണ്. പക്ഷേ എല്ലാ ട്രിവാൻഡ്രംകാരൊന്നും അങ്ങനെയല്ല സംസാരിക്കുന്നത്. അതെ. ഇപ്പൊ ഈ അടുത്തിടക്ക് ഇവിടെ വന്നപ്പോഴും ഞാൻ കാണുന്നത് ഒരാൾ എന്നെ കാണിച്ചു തരാണ്. ഇത് നിങ്ങളെ കുറിച്ചല്ലേ പറയണം. ആരാ? ജാഫർ ഇടുക്കി, മറ്റേ ചേട്ടനായിട്ട് ഇങ്ങനെ മണിമല രാജുവായിട്ടുള്ള ചാനലിൽ. അപ്പോൾ ഇവൻ പറയണേ, നമ്മുടെ ജാഫർ ഇരുന്ന് പറയാണ് ഇതുപോലെ പറയണം. ഞാനീ എന്നെ പറയാനാ, ഞാൻ NF മറ്റേ പഠിച്ചത് മാഞ്ഞാലി ചെയ്യണ കണ്ടിട്ടാ. അല്ല നമ്മൾ പിന്നെ അങ്ങനെ ആദ്യമായിട്ട് അവൻ്റെ അടുത്ത് പഠിച്ചത് അല്ല, എന്നെ പറയാനാണ്. അല്ല ജാഫർ സാർ ഇവിടെ ഒരു ദിവസം വന്നിരുന്നു ഇതേപോലെ. ആ തലയാട്ടും സംസാരവും ഒക്കെ അത് ഒരുപാട് ഇങ്ങനെ ആട്ടില്ല, ഒരു 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 കറക്റ്റ് ഒരു മെഷർമെന്റിലാണ് ആട്ടുന്നത്. കറക്റ്റ് അല്ലേ? അതെ, ഇങ്ങനെ ഒരു ആട്ടുണ്ട് എപ്പോഴും. അതെയോ?
ഇങ്ങനെ കാണിക്കും. അങ്ങനെയാണ് അത്രേ ഉള്ളൂ. അതെ, ഫേസ് നോക്കിയപ്പോ ജാഫ്രിഡിക്ക് ഇന്ന് വർത്തനം പറഞ്ഞാൽ അതെ, എത്ര രൂപങ്ങളാണ്. അതെ. ഇങ്ങോട്ട് എല്ലാം വന്ന് കയറി അത് മീശ പഠിച്ചിട്ടാണെങ്കിൽ ആ ഫിഗറിൽ കറക്റ്റ് എല്ലാം തെളിഞ്ഞു നിൽക്കും. മീശ ഇപ്പൊ ഒരു പടത്തിൽ ചെയ്യാനാണ്, ഒരു തമിഴ് പടത്തിൽ വില്ലനായിട്ട് ചെയ്യാനാണ്. അത് പോലീസ് വേഷമൊന്നും വേണ്ട ആവശ്യമില്ല, വില്ലൻ ലുക്ക് തന്നെ. അതെ, ഒരു പടത്തിൽ അഭിനയിച്ചിട്ട് പേടിച്ചു എന്ന് കൂടെ അഭിനയിച്ചു. വില്ലൻ ലുക്ക് തന്നെ. പോലീസ് എസ് ഐ ആയിട്ടും അങ്ങനെ തന്നെ. പിന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ എസ് ഐ എന്ന് പറഞ്ഞിട്ട് 4 ദിവസത്തേക്ക് എൻ്റെ അടുത്ത് ഒരു ആർട്ട് ഡയറക്ടർ അടുത്തേക്ക് വന്നില്ല. എല്ലാവരും അങ്ങനെ വിചാരിച്ചിരുന്നത്. അല്ല, ശരിക്കും പറഞ്ഞാൽ എവിടെയൊക്കെ തിലകന്റെ ടച്ച്, ഒരു പെരുമ്പാവന്റെ ഒരു ഇത്, മെലിഞ്ഞ ആന്റണി പെരുമ്പാവൻ, തടിച്ചതല്ലേ? അതെ, പാവം മനുഷ്യൻ. ഒരു ഇത് ഭയങ്കര ഇതല്ലേ. പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ എന്റെ തൊട്ടടുത്താണ്, കുറച്ച് ദൂരമുള്ളൂ, ഒരു 10-20 കിലോമീറ്റർ അത്രേ ഉള്ളൂ പെരുമ്പാവൂർക്ക്. എനിവേ, അപ്പൊ മൊത്തം എത്ര ആർട്ടിസ്റ്റുകളുടെ ഇതെടുക്കും? കൊറേ എടുക്കുന്നു. പിന്നെ എണ്ണാൻ പറ്റത്തില്ല, ആകെ വിരല് 10 ഉള്ളൂ. അതുകൊണ്ടാ എണ്ണാൻ പറ്റത്തില്ല. അതല്ല, എണ്ണെന്ന് പറയേ ചില സ്ഥലത്ത് കുറച്ച് ചെയ്യാറുള്ളൂ, ചില സമയം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് ചോദിച്ചു. നേരത്തെ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയിട്ടുള്ള ഏത് ആർട്ടിസ്റ്റിന്റെ? ഏറ്റവും കൂടുതൽ കൈ നേടിക്കണം കലാഭവൻ തന്നെയാണ്. ആ വാസന്തി ലക്ഷ്മി അങ്ങനെ അന്തന വേഷം ഇട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മണി വരെ കരഞ്ഞുപോയി. ഇപ്പൊ എന്താ ഈ കഴിഞ്ഞ മിനിയാന്നൊരു TV ഇവിടെ തന്നെ ഇന്റർവ്യൂ ചെയ്ത ആള് പറഞ്ഞു നമുക്ക് ഇനി കുറച്ചു നേരം ബ്രേക്ക് എടുക്കാം, കരഞ്ഞ വെണ്ണീരായിട്ട് പുള്ളിയും കരയാണിരുന്നത്. അപ്പൊ അതൊരു നഷ്ടമാണ്. പോട്ടെ, അതെന്തായാലും ചെയ്യും ഞാൻ. അല്ല, അത് ലാസ്റ്റ് ചെയ്യാൻ തരും, നമ്മളുടെ പാട്ട് കൊണ്ടിരിക്കുമ്പോ ഒക്കെ ചെയ്യാം. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമ്മുടെ സലികുമാർ, എന്റെ നാട്ടുകാരൻ സലികുമാർ, മൈക്കൊന്ന് കാണാനൊരു ലുക്കില്ല എന്നുള്ള ഭയങ്കര കൃത്യമാണ്. അപ്പോൾ ഏതായാലും TV വന്ന് ഇങ്ങനെ ഈ ഫ്ലോറിൽ വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റിയത് വലിയൊരു കാര്യമാണ്. എന്തായാലും ഇവിടെ വരുന്ന കലാകാരന്മാർ എല്ലാവരും വന്ന് ഈ ഫ്ലോറിൽ കയറട്ടെ. എൻ്റെ ഇത് കാണുമ്പോൾ അവരും പറയും മാഞ്ഞാലി എന്ന് ചോദിച്ചോളാം, ഞാൻ പറഞ്ഞോളാം കേട്ടോ. അപ്പോൾ ഏതായാലും സന്തോഷം. തമിഴ് നടന്മാരുടെ എടുക്കാറുണ്ടോ? തമിഴ്നാടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എടുക്കാറുണ്ട്. അറിയാവുന്ന മൈക്കൊന്നുള്ളൂ. ചെല്ലാ എപ്പടാ കണ്ട ലവ് യു ലവ് യു ലവ് യു. നമ്മുടെയൊക്കെ അതെ നായകൻ അറിയാൻ പറ്റും. അതെ, കമലഹാസന. ഒരുപാട് നാളായി, എന്നാലും ചെയ്യാം. എന്നമോ തെരിയാമേ பண்ணிட்டு இருக்கேன். ஆனா என்ன ஏய் அப்ராமியே ഏയ് ആ പാട്ട് പാടാൻ പറ്റുമോ ഈ വോയിസിലൊരു ആഗ്രഹം? ഏതാ? കൺമണി അൻപോട്. അയ്യോ, അത് എനിക്ക് കാണാണ്ട് അങ്ങനെ അറിയില്ല. അയ്യോ, അത് പഠിച്ചൂടെ? അത് പഠിക്കാം. ഇപ്പൊ വലയോസ പഠിച്ചോണ്ടിരിക്കാണ്. വലയോസ പഠിച്ച് പാടി. വോയിസ് തന്നെയല്ലേ ഇതിനകത്ത്? കൺമണി അൻപോട് കാതലൻ, ആ പാട്ട് അതൊന്ന് പഠിച്ചു നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നല്ല രസമാണ് ആ പാട്ട്. പുള്ളി പാടുന്ന ഒരു സ്റ്റൈലും തീർച്ചയായിട്ടും ആ ഒരു വോയിസില് അതൊരു പ്രത്യേക രസമാണ് കേൾക്കാൻ. വേറെ ആര് പാടിയാലും ഇപ്പൊ അത് ഹിറ്റായി വീണ്ടും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ വലയോസ അതെ, അതും പിന്നെ എന്താണ് ആ പാട്ടില്ലേ, എന്താണ് കല്യാണത്തേ നില കായ്ച്ചാതെ പാഴുന്നില്ല, ആ പാട്ട്. അതുപോലെ മലരേ മൗനമാ മൗനമേ വേദമാ, ആ പാട്ടും. ഇനി നല്ലൊരു ടാസ്ക് തരാൻ പോവാ. ആയിക്കോട്ടെ. ചേട്ടനെ വയസ്സനാക്കിയെന്ന് പറയരുത് പറയുമ്പോ. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാരുടെ വോയിസ്. ഇപ്പോഴത്തെ ജനറേഷനിൽ എന്താണ്? അയ്യോ, ഞാൻ 2 ദിവസം ദുൽഖർ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഓക്കെ, അതൊന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ? നോക്കണ്ടേ? പിന്നെ ഇത് സമയം കിട്ടണ്ടേ പരിപാടിയും. പിന്നെ എങ്ങനെയാണ് ഇവിടെ മമ്മൂട്ടി, ഇവിടെ മോഹൻലാൽ, ഇവിടെ രജനീകാന്ത്, ഇവിടെ ഇതെല്ലാം സെറ്റ് ചെയ്ത് അടുക്കി വെച്ചിരിക്കും. ഇനി സ്പേസ് ഇല്ല. പൈസ അനുസരിച്ചാണ് ഓരോരുത്തർ തുറന്നു വിടുന്നത്. അതാ പറഞ്ഞത്. അതെ, അപ്പൊ നമ്മുടെ അല്ല, ഇതിനിടയിൽ സ്വന്തം വോയിസ് ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പില് സ്വന്തം വോയിസ്. ഇടയ്ക്ക് വൈഫ് ചേട്ടാ ഫുഡ് വേണോന്ന് ചോദിക്കുമ്പോ പറയും വേണ്ട എന്ന് ആരുടെങ്കിലും വോയിസ് എടുക്കണ്ടേ? അതെ, ഈ ബസ്സിൽ ഇരിക്കുമ്പോ നമ്മള് ഫോൺ വരും. അപ്പൊ ഹലോ ഹലോ, അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കല, ഇത് ആരാണ് ഈ ശബ്ദം? കറക്റ്റാണ്.
അത് ഞാൻ പറഞ്ഞ അതാണ്. അപ്പൊ പഴയ കാലത്തിലുള്ള പഴയ കാലം എന്ന് പറയുന്നില്ല, മമ്മൂട്ടി മോഹൻലാലൊക്കെ ഇപ്പോഴും ഉണ്ട്, ലാലേട്ടനൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷൻ ഉണ്ടല്ലോ, ടൊവിനോ, അവര് അതായത് പറഞ്ഞ വയസ്സനാക്കിയെന്ന് പറയില്ലേന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ടൊവിനോട് ഒന്നും നോക്കിയിട്ടില്ല, അതൊക്കെ നോക്കണം. തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ ട്രെൻഡ് അതൊക്കെയാണ്. ആൾക്കാർ റിക്വസ്റ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അത് പഠിക്കണം. അപ്പൊ ഇവരെ കുറച്ചും കൂടെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് കുത്തിക്കയറ്റി വെച്ചോ. തീർച്ചയായിട്ടും. ആകെ ചെറിയൊരു തൊണ്ടയുണ്ട്, ഞാനും ഉണ്ടല്ലേ. അതാണ് പറഞ്ഞത്. ഈ പിന്നെ എന്താണ് ചേട്ടൻ ചേച്ചി ചോദിക്കുമല്ലോ, ചേട്ടാ ഫുഡ് എടുത്ത് വെച്ചിരിക്കുകയാണ്, അപ്പൊ ഏത് വോയിസിൽ പറയും? അല്ല, അപ്പൊ നമ്മള് സാധാരണ പറയും അതേ തന്നെ ഞാൻ കഴിക്കാം. അല്ല, അങ്ങനെ പറ്റിച്ചിട്ടുണ്ടോ? വൈഫിനെ പറ്റിച്ചിട്ടുണ്ടോ? വൈഫിനെ അങ്ങനെ പറ്റിച്ചിട്ടില്ല. പറ്റിക്കാന്ന് പറഞ്ഞാൽ നമ്മള് പുള്ളിക്കാരത്തി ടീച്ചറാണ്, അപ്പൊ പിന്നെ നമ്മള് പറ്റിക്കണ്ടെന്നിരുന്നു. പുള്ളിക്കാരി അതിനെ ആക്കണം പിടിക്കുകയാണ്. ഇമ്പോസിഷൻ എഴുതിട്ട് കിടത്തോളൂ. എനിവേ, നമുക്കൊരു പാട്ട് കഴിഞ്ഞിട്ട് പിന്നെതാ എൻ സ്വരം. ഓക്കെ 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 ഓക്കെ. ട്രാക്ക് പീസ് ഇതൊന്നും എടുത്തോട്ടെ. എൻ സ്വരം 85. നമ്മുടെ രവികുമാറിൻ്റെ പടത്തിലെ ഗാനമാണല്ലേ? എൻ സ്വരം പൂവിടും ഗാനമേ, എൻ സ്വരം പൂവിടും ഗാനമേ, ഈ വീണയിൽ നീ അനുപല്ലവി, ഈ വീണയിൽ നീ അനുപല്ലവി, എൻ സ്വരം പൂവിടും ഗാനമേ, ഈ വീണയിൽ നീ അനുപല്ലവി, നീ അനുപല്ലവി. ഒരു മിഴിതളിൽ ശുഭശകുനം, മറുമിഴിതളിൽ അപശകുനം, ഒരു മിഴിതളിൽ ശുഭശകുനം, മറുമിഴിതളിൽ അപശകുനം, വിരൽ മുനത്തഴുകും നവരാഗമേ, വിരൽ മുനത്തഴുകും നവരാഗമേ, വരൂ വീണയിൽ നീ അനുപല്ലവി, എൻ സ്വരം പൂവിടും ഗാനമേ, ഈ വീണയിൽ നീ അനുപല്ലവി, നീ അനുപല്ലവി. കുഴപ്പമില്ല. ഇനി ഒരു ടാസ്ക് തരാം, ഒരു 5, 4, 4 അല്ലെങ്കിൽ 5, അതിൽ കൂടുതൽ വേണ്ട. അവർ തമ്മിലുള്ളൊരു സംസാരം
ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച്. ഇപ്പം മോഹൻലാൽ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയണം. അപ്പം മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ എടുത്ത് ചേട്ടൻ എടുക്കുന്ന ഏതെങ്കിലും 4 പേരുടെ മതി, ഒരുപാട് വേണ്ട, അത് കുളമാവും. കാര്യം എന്ന് വെച്ചാൽ ചേട്ടൻ തന്നെ കൺഫ്യൂഷൻ വരും എന്ത് പറയണമെന്നുള്ളത്. അത് വേണ്ട, അല്ലെങ്കിൽ 3 പേരായാലും മതി. ഓക്കെ, അവർ തമ്മിൽ ഒരു ഒരു ഇപ്പോഴത്തെ ഒരു സംസ്ഥാന അവാർഡിനെ കുറിച്ച്. ഓക്കെ, സംസ്ഥാന അവാർഡിനെ കുറിച്ചാണ് പറയേണ്ടത്. മമ്മൂക്കൊക്കെ അല്ലേ? മണ്ണായിട്ട് എന്തെങ്കിലും ഒരു എല്ലാ കോമ്പളിമെൻ്റാക്കി തരാം. നമ്മുടെ മമ്മൂട്ടിക്ക് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായത് എനിക്ക്. കാരണം ഇതേപോലെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരാൾ ഇല്ല എന്നേ പറയാനേ പറ്റുള്ളൂ. എനിക്കറിയാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഹനീഫ? സാറ് സേതറിൻ്റെ കൂട്ടുകാരെ കൊണ്ടുവരൊക്കെ കാശാ അവാർഡ് നമ്മളെ മമ്മൂക്കൊക്കെ കിട്ടിയ സന്തോഷിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അല്ല പിന്നെ ദിവസം കളിക്കണേ ദൈവമേ അയ്യോടി പൊന്നോ അയ്യോ അമ്മ അയ്യോ അയ്യോ എല്ലാവരും ഇങ്ങനെ അവാർഡ് മേടിച്ചെടുക്കുമ്പോൾ നമുക്ക് മാത്രം എപ്പോഴാവും. ഇതിങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നിയത് അങ്ങ് ചോദിച്ചു. അല്ല, അപ്പൊ നമുക്ക് ഒരു പടിക്ക് 3 പക്ഷികൾ കിട്ടിയില്ലേ? അതെ, തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. അപ്പൊ മാക്സിമം നമുക്ക് എത്രത്തോളം ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഉൾക്കൊള്ളിക്കണമല്ലോ. പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം ഇനി എനിക്ക് ഒരാളുടെ കേൾക്കണം. എന്റെ പേഴ്സണൽ റിക്വസ്റ്റ് ആണ് കേട്ടോ, എന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നരേന്ദ്രപ്രസാദ്. ഓക്കെ. മാധവൻ IPS മറാഠ പൊളിറ്റീഷ്യനെ മൂക്കൂട്ടി ഇച്ഛ പരിപ്പിച്ചവൻ. ഞാൻ പറക്കും, നിങ്ങളെല്ലാം ശൂന്യം. ആയുസിന് വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചോളൂ. ആയുഷ്മാൻ ഭവ. ഇത് വരുമോന്ന് ഇങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു. അത് ഒരു മൈക്ക് കയ്യിലിരിക്കല്ലേ? അല്ലല്ല, അത് വന്നു. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ മാനറിസം ഉണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, ഇനി ചേട്ടന്റെ സൗണ്ട്, ഒറിജിനൽ സൗണ്ട് ഒന്ന് സംസാരിച്ചേ. എല്ലാ NTV പ്രേക്ഷകർക്കും സ്വാഗതം എന്ന് പറഞ്ഞു. അതെ, നമ്മുടെ എല്ലാ NTV പ്രേക്ഷകർക്കും നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്തായാലും സന്തോഷമാണ്. ഓക്കെ, എല്ലാവരും കാണാൻ പറ്റിയാൽ അത്രയും നന്നായിരിക്കും. അത് പരിപാടി ബുക്ക് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ, നേരിട്ട് കാണാം. ഇപ്പോൾ 8-ാം തീയതി ഉണ്ട് പരിപാടി. റിമി ടോമി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് പാടിയിരുന്നാണ് റിമി. അപ്പോൾ ചെല്ലാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ ചിലപ്പോൾ അവിടെ ഒരു പാട്ട് പാടേണ്ട വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മണിച്ചേട്ടൻ്റെ വാസന്തി ലക്ഷ്മിയും ചെയ്താലോ അല്ലേ? അല്ലേ? പിന്നെ സമയം ഏകദേശം വൈൻഡപ്പാറായിട്ടുണ്ട്. അപ്പൊ പിന്നെ പറഞ്ഞോളൂ. പാടിയിട്ടാണോ? അല്ല, പാടിയിട്ടല്ല, അത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കഥാപാത്രം ചെയ്തിട്ട് അത് സമയമുണ്ടല്ലേ? അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ പിന്നെ എന്താ വേണ്ടത്? പാട്ടുണ്ടോ ഇനി? പാട്ടുണ്ട്. ഏതാണ് പാട്ട്? എന്താണ് പറഞ്ഞത്? എനിക്കൊരു നാടൻ പാട്ട് കേട്ടാ കൊള്ളാന്നുണ്ട്. നാടൻ പാട്ടാ? നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ മണിച്ചേരന്റെ പാട്ട് തന്നെ മതിയില്ലേ? അല്ലെങ്കിൽ ഇത് ആ പാട്ട് എടുക്കാം. തുഞ്ചൻ പറമ്പിലുണ്ട്. പിന്നെ എന്താ പറയാ, ഒട്ടുമിക്കതുണ്ട്. ഇത് മൊത്തം നാടൻ പാട്ടാണ് ഈ ബുക്ക്. ഇപ്പൊ കുറച്ച് പാട്ട് പുതിയത്. നമുക്ക് ജയന്റെ കസ്തൂരി വാൻമിഴി ആയാലോ? പിന്നെന്താ, അഭിനയിക്കണം. പിന്നെ ജയന്റെ സൗണ്ട് അടക്കണ് ചെയ്യാൻ പോണത്. അപ്പൊ അങ്ങനെ കസ്തൂരി വാൻമിഴി അല്ലേ? അപ്പൊ നമുക്ക് കസ്തൂരി വാൻമിഴി ഇടാം അല്ലേ? അതിന്റെ ഒന്ന് ട്രാക്ക് ഉണ്ടോന്ന് ചോദിച്ചാ? ട്രാക്ക് ഉണ്ടോ വിഷ്ണു? ഉണ്ടാ? ഉണ്ടോ? ഇട്ടോളൂ. ഒരു മനുഷ്യന് ഒരിക്കൽ മാത്രമേ മരണമുള്ളൂ. അതൊരു മനുഷ്യട്ട് മരിക്കാനാണ് എനിക്കാഗ്രഹം. കസ്തൂരി മാൻമിഴി മലർശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലർശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി, സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വരമാധുരി.
കസ്തൂരിമാൻമിഴി മലർശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കത്തി കുട്ടികളുടെ കളിപ്പട്ടമല്ല, സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോരപ്പൊടിയും. നീയാണല്ലേ കോളേജിൽ പോകുന്ന പെമ്പിളരെ കളിയാക്കുന്ന അലവലാത് ഷാച്ചി. ഭൂമേനിയാകെ പൊൻകിരണം, പൂവായി വിരിയുമൻ ആത്മഹർഷം. ഭൂമേനിയാകെ പൊൻകിരണം, പൂവായി വിരിയുമൻ ആത്മഹർഷം. നീ എന്നിലോ ഞാൻ നിന്നിലോ, നീ എന്നിലോ ഞാൻ നിന്നിലോ, ഒന്നായി ചേരുന്ന ഈ നിമിഷം. കസ്തൂരിമാൻമിഴി മലർശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വരമാധുരി. ഓ താങ്ക് യു. എന്തായാലും ഫൈനൽ പെർഫോമൻസ് ആണ്, നമുക്ക് പെട്ടെന്ന് അതിലേക്ക് പോകാം. അപ്പം ഇന്ന് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് സുരേഷ് മാഞ്ഞാലി സാറായിരുന്നു. അപ്പൊ ചേട്ടാ, ഈ എപ്പിസോഡ് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഓ താങ്ക് യു എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾക്കും വിളിക്കാം 12-ാം തീയതി വരെ, ഈ മാസം 12th വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും പ്രോഗ്രാമിന് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. 05880413110, 058531310 വിളിച്ചിട്ട് സുരേഷ് ഏട്ടൻ്റെ നമ്പർ ചോദിച്ചാൽ മതി. 12-ാം തീയതി വരെ ഉണ്ട്, മറക്കണ്ട. അപ്പോൾ ഒരുപാട് ഐശ്വര്യങ്ങളും ഒരുപാട് പ്രോഗ്രാംസും ഇനിയും ഇതിൽ ഒരുപാട് ഹൈറ്റ്സിലേക്ക് വരട്ടെ. സന്തോഷം കണ്ടതിലും. ഇനിയിപ്പം UAE വരുമ്പോൾ ഇങ്ങോട്ടൊക്കെ വരിക. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ഫൈനൽ പെർഫോമൻസ് കലാഭവമണിയുടെ ആ രാമു എന്ന കഥാപാത്രം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മണിച്ചന്റെ പാട്ടും തരാം. ഓക്കെ. എന്നെ കൊച്ചാണോ വിളിക്കണേ? വാസന്തി ഒന്ന് കണ്ണുറന്ന്. കൃഷ്ണേട്ടാ, എന്റെ വാസന്തിനെ കുളിപ്പിച്ചുണ്ടെ കെടുത്തു. കൃഷ്ണേട്ടാ, എന്നൊന്നങ്ങട്. വാസന്തിയെ എന്റെ കൊച്ചേട്ടനെ വിളിക്കണേ. എന്റെ വാസന്തി ഒന്ന് കണ്ണുറന്ന്. കൊച്ചേട്ടനെ കണ്ടിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നിന്റെ കണ്ണ് മീൻ കത്തി തിന്നറിഞ്ഞില്ല. വാസന്തിക്ക് ലോകം കാണാൻ കണ്ടില്ലെങ്കിൽ എന്റെ കൊച്ചേട്ടന് കണ്ണു വേണ്ട. കൃഷ്ണേട്ടാ, എന്റെ വാസന്തിയുടെ വെട്ടിക്കീറാതെ കൊണ്ടുവന്നില്ലേ. വാസന്തിയേ, എന്റെ കൊച്ചേട്ടൻ പോവാ. വാസന്തിയില്ലാത്ത നശ ലോകം കാണാൻ എന്റെ കൊച്ചേട്ടന് വേണ്ട, എന്റെ കണ്ണു വേണ്ട. കൃഷ്ണേട്ടാ, വാസന്തിനെ കുളിപ്പിച്ചിട്ട് തെക്കേപ്പുറത്തുള്ള തൈത്തങ്ങനെ എടുക്കട്ടോ. എന്നോട് പിണങ്ങിയിട്ട് അവിടെ പോയിരിക്കാറ്. ഒന്നും തുറന്നു പറയില്ല, എല്ലാം ചങ്കിലൊളിപ്പിക്കും. എന്തെങ്കിലും തുറന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വാസന്തിയേ, എന്റെ കൊച്ചേട്ടൻ പോവാ. വാസന്തിയില്ലാത്ത നശലോ കാണാൻ എന്റെ കൊച്ചേട്ടന് കണ്ണു വേണ്ട. കൃഷ്ണേട്ടാ, ഞാൻ പോവാട്ടോ. പോവാ വാസന്തിയേ, എന്റെ കൊച്ചേട്ടൻ പോവാ. കേട്ടോ, ആ കണ്ണ് ഞാൻ നോക്കിയപ്പോ കറക്റ്റ് ആ ഫിലിമില് കലാഭവൻ മണി ചേട്ടൻ അഭിനയം അത് മുന്നിൽ നിൽക്കുന്നതൊക്കെ തോന്നി. ഓ ഗ്രേറ്റ്, സന്തോഷം. അതിങ്ങനെ കഥാപാത്രമായിട്ട് മാറിപ്പോയി ആ സമയത്ത്. അങ്ങനെയാണ്. അപ്പം ഇനിയും ഇതേപോലെ ഒരുപാട് പ്രോഗ്രാംസും ദൈവം അനുഗ്രഹിച്ചു തന്ന ഒരു അനുഗ്രഹമാണ്, ദൈവം കനിഞ്ഞു തന്നൊരു അനുഗ്രഹമാണ്. അപ്പം ഗ്രേറ്റ്, എനിക്ക് ഒരുപാട് ഭാഗ്യം ചേട്ടൻ്റെ കൂടെ ഈ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ. ഒരുപാട് ഇനിയും പ്രോഗ്രാംസുകൾ വരട്ടെ. അപ്പം
അപ്പം താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇപ്പോഴും ആ ഒരു ക്യാരക്ടറിൽ നിന്ന് മാറിയിട്ടില്ല എന്നറിയാം. കം ബാക്ക്. ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. നാളെ കാണാം. ബൈ ബൈ. താങ്ക് യു.